ആറ് നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ KSEBിയുടെ കാര്യത്തിൽ ഓരോ സെക്ഷൻ ഓഫീസിലും ഓരോ തരത്തിലാണ് നിയമങ്ങൾ അവർ പറയാറ്. അത് KSEBിയുടെ ഭാഗത്തുള്ള എന്തെങ്കിലും വീഴ്ചകളാണോ നമ്മുടെ ഭാഗത്തുള്ള എന്തെങ്കിലും വീഴ്ചകളാണോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഉണ്ട് എന്ന് പറയേണ്ടി വരും. പ്രശ്നം ചില നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല. സെക്ഷൻ ഓഫീസിലുള്ള AE പോട്ടെ കുഴപ്പമില്ല എന്ന് വെക്കും, അതാണ് നിയമം എന്ന് വെച്ച് നമ്മളും നിൽക്കും, അങ്ങനെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ മറ്റൊരു സെക്ഷൻ ഓഫീസിലെ ആ AE അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇതിൽ ഏത് AEക്കാണ് നിയമം അറിയാത്തത് എന്നുള്ളൊരു പ്രശ്നത്തിലെത്തും. എന്നാൽ ചില സമയത്ത് ചില AEമാർക്ക് ചില നിയമങ്ങളുടെ കാര്യത്തിൽ എന്തോ ചെറിയ വ്യക്തതക്കുറവുണ്ടോ എന്ന് സംശയങ്ങൾ തോന്നാറുണ്ട്. നിയമങ്ങൾ മാത്രമല്ല, എഞ്ചിനീയറിംഗ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയൊരു സംശയം എല്ലായ്പ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഒരു തോന്നലിൻ്റെ കാര്യം ഒരു ക്ലാരിറ്റി എടുക്കാനും അതിൻ്റെ ഒരു വ്യക്തത വരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഞങ്ങൾ ആലപ്പുഴ ചേർത്തലയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ സെക്ഷൻ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടത് AE ആണോ സബ് എഞ്ചിനീയർ ആണോ എന്നറിയില്ല. രണ്ടാമത് ഞാൻ AEനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, വീട്ടിലെ എർത്തിങ് അറ്റ്ലീസ്റ്റ് ലൈറ്റ്നിങ്ങിൻ്റെ എർത്തിങ് എങ്കിലും ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം, ഡിസ്കണക്ട് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റാൻഡേർഡ്സിന് അഗെയിൻസ്റ്റ് ആണ്. നിങ്ങൾ സബ്സ്റ്റേഷനിൽ എർത്ത് സെപ്പറേറ്റ് ആണോ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അവിടെ ചെയ്യുന്നില്ലേ, ഇതൊക്കെ ഞാൻ തിരിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ ആ എർത്ത് ഡിസ്കണക്ട് ചെയ്തിടണം. അപ്പം ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ടെക്നിക്കൽ സാധനമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂരജ്, വൈനി ഗ്രീൻ ടെക്നോളജീസ് എന്ന സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനീനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ എർത്തിങ് എന്ന് പറയുന്ന സമയത്ത് പലർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ആണ്. എർത്തിങ്ങിൻ്റെ കുഴി എങ്ങനെ എടുക്കണം, എത്ര ഡെപ്തിലെടുക്കണം, അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര എർത്ത് ബിറ്റുകൾ വേണം, എത്ര കണക്ഷൻസ് വേണം, ഇങ്ങനെ പല 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 പ്രശ്നങ്ങളും ധാരണകളാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡുകളും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന് ഒരു എർത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു കെട്ടിടത്തിന് ഒരു എർത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതേ സമയത്ത് തന്നെ ഇതേ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ കാണാം, ആവശ്യത്തിൻ്റെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ എർത്ത് പിറ്റുകൾ വേണം, അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡുകൾ വേണം. ഇത് പറയുന്നതും ഒരു കെട്ടിടത്തിന് ഒരു എർത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നതിലും സാങ്കേതികമായ ചില ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ആ ഒരു വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോളാറിൻ്റെ കമ്പനി എന്താണ് ഇപ്പോൾ എർത്തിനെ കുറിച്ച് പറയുന്നതെന്ന് ചിന്തിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവും. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എർത്ത് വീട്ടിലുണ്ട് അല്ലെങ്കിൽ എർത്ത് വീട്ടിൽ വേണം എന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വീട്ടിലെ വയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വീട്ടിൽ സോളാർ ചെയ്യുന്ന സമയത്താണ്. എല്ലാവരും ചോദിക്കും, നിങ്ങൾ 3 എർത്താണോ 4 എർത്താണോ, അതോ ഇനി 5 എർത്ത് ഉണ്ടോ, നിങ്ങൾ 8 അടിയുടെ റോഡാണോ അതോ 4 അടിയുടെ റോഡാണോ, കോപ്പറിൻ്റെ റോഡാണോ അതോ കോപ്പർ പ്ലേറ്റ് ചെയ്ത സ്റ്റീൽ റോഡാണോ, ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് സോളാർ റൂഫ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. സത്യത്തിൽ വീട്ടിൽ ഒരു എർത്ത് എപ്പോഴും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഈ എർത്ത് എന്തുകൊണ്ട് ഒന്ന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണത്തിന് കുറച്ച് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് മുന്നേ 1-2 പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. എർത്തിങ്ങിനെ നമുക്ക് 2 തരത്തിൽ കാണാം. ഒന്ന് നമ്മുടെ പ്യുവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മാത്രം ആസ്പെക്റ്റിൽ. ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇതൊരു റെഫറൻസ് പോയിൻ്റ് ആണ്, അതുപോലെ തന്നെ ഇതൊരു റിട്ടേൺ പാത്ത്. ഈ 2 രീതിയിലാണ് ഇലക്ട്രിക്കലിൽ നമ്മളിതിനെ പറയാറ്. ഇനി ഫിസിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഭൂമി അടിസ്ഥാനപരമായി ഇലക്ട്രോണുകളുടെയും പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിൻ്റെയും ഒരു സമുദ്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിന് വേണമെങ്കിലും കൊടുക്കാം, അതുപോലെ തന്നെ എത്ര പോസിറ്റീവ് ചാർജ് വേണമെങ്കിലും എടുക്കാം, എത്ര പോസിറ്റീവ് ചാർജ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഭൂമി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, സീറോ പൊട്ടൻഷ്യലാണ്. നമ്മൾ മറ്റേ ഇലക്ട്രിക്കലിൻ്റെ കേസിൽ പറയുമ്പോഴും എർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് 0 വോൾട്ടേജാണ്, സീറോ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നതും എന്താണെന്നുള്ളതാണ് ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു ഉയരം
അല്ലെങ്കിൽ ഒരു ആഴം, ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സീ ലെവൽ എന്ന് പറയും. ആ സീ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഫറൻസ്, മാനദണ്ഡം, ഒന്നിനേക്കാളും വലുതാണ്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഉയര വ്യത്യാസം, മർദ്ദ വ്യത്യാസം, ഈ സാധനത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രഷർ ഡിഫറൻസ്, ഇതിനെയാണ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ റെഫറൻസ് എടുക്കുന്ന ആ ഒരു ന്യൂട്രൽ വോൾട്ടേജ് അല്ലെങ്കിൽ സീറോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഭൂമിയുടെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ എർത്തിൻ്റെ ഈ ഇലക്ട്രോണുകളെയും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുകളെയും ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാറ്റിനുള്ള ഈ ഒരു സ്വഭാവം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും അനുഭവിക്കുന്നതും ഇടിമിന്നലിലൂടെയാണ്. അപ്പോൾ മിന്നലെന്ന് പറയുന്നത് ഈ പറയുന്ന ചാർജ് കാരിയേഴ്സിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും തിരിച്ചു പോക്കുമാണ് അടിസ്ഥാനപരമായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അതായത് എത്ര എർത്തുകൾ ആവാം. ഞാൻ ഇതിന് 2 വശങ്ങളുണ്ടെന്ന്. ഒന്ന് ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയുന്ന കഥയും 2 ഇലക്ട്രിക്കലിൻ്റെ ഭാഷയിൽ പറയുന്ന കഥയും. അത് ഫിസിക്സിൻ്റെ ഭാഷയിലെ കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പം ഭൂമിയിൽ നമ്മൾ ഇടിമിന്നൽ പതിച്ചു കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൽ ഈ ഇടിമിന്നലിൻ്റെ വൈദ്യുതി മൊത്തം കലങ്ങണമല്ലോ. അപ്പം കറണ്ട്, ആ ഇടിമിന്നൽ പതിക്കുമ്പോൾ ആ വോൾട്ടേജിൽ നിന്നുണ്ടാകുന്ന കറണ്ട് എല്ലാ വശങ്ങളിലേക്കും ഒഴുകും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം എന്നൊക്കെ പറയുന്ന ലോഹങ്ങളെ പോലെ മണ്ണ് വൈദ്യുതിയുടെ നല്ലൊരു വാഹകരല്ല. അപ്പോൾ നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു വഴിയിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? 2 സ്ഥലങ്ങൾ തമ്മിൽ ഒരു വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവും. ഇതേ ഒരു കാര്യം നമ്മൾ ഭൂമിയിൽ മിന്നൽ പതിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ആ പതിക്കുന്ന ആ ഒരു സ്ഥലത്ത് നല്ല ഉയർന്ന വോൾട്ടേജ് ആയിരിക്കും. അവിടുന്ന് നമ്മൾ ദൂരം കൂടുന്തോറും എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ചരിഞ്ഞ് വരയ്ക്കുന്ന ലീനിയർ എന്നാണ് പറയുക. അതിനേക്കാളും കൂടിയ അളവിൽ വ്യത്യാസം വരുന്ന ഒരു സാധനമാണ് എക്സ്പോണൻഷ്യൽ കർവ് എന്ന് പറയുന്നത്. ആ എക്സ്പോണൻഷ്യലായിട്ട് ഓരോ ദൂരത്തിനും ഈ പറയുന്ന വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകും. അതായത് ഈ മിന്നൽ പതിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കാല് രണ്ടും ദൂരെ വെച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ കാലിലൂടെ വൈദ്യുതി കടന്നു പോകും. ഒരു രസമുള്ള എക്സാമ്പിളോടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതായത് ലൈൻ കമ്പിയിലിരിക്കുന്ന ഒരു പക്ഷിക്ക് എന്തുകൊണ്ട് ഷോക്ക് അടിക്കുന്നില്ല? കാരണം പക്ഷിയുടെ 2 കാലുകളും ഒരേ വോൾട്ടേജിൽ നിൽക്കുകയാണ്, ഒരേ പൊട്ടൻഷ്യലിൽ നിൽക്കുകയാണ്. കാരണം പക്ഷിയുടെ ശരീരം ആ ലോഹ കമ്പിനെ അപേക്ഷിച്ച് വളരെയധികം റെസിസ്റ്റൻസ് ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ 2 കാലുകൾ തമ്മിൽ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഭൂമിയിൽ കാല് രണ്ടും ഇത്തിരി ദൂരെയായിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ്, നമ്മുടെ ബോഡി റെസിസ്റ്റൻസും മണ്ണിൻ്റെ റെസിസ്റ്റൻസും ഏകദേശം താരതമ്യം ചെയ്യാവുന്ന ഒരു അളവിലാണ് എന്ന് മാത്രമല്ല, ഈ ഇടിമിന്നൽ അത്രയും കിലോ വോൾട്ട്, അത്രയും വലിയ ഉയർന്ന വോൾട്ടാണ് ഈ പതിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ദൂരം കൂടുന്തോറും വലിയൊരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡിഫറൻസിൽ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ കൂടെ കടന്നു പോകും. അപ്പോൾ നമുക്ക് വലിയ വൈദ്യുതാഘാതം ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ കത്തിപ്പോകാനും സംഭവിക്കും. ഇതിൻ്റെ കുറച്ചുകൂടെ യൂസ് കേസ് അല്ലെങ്കിൽ ഒരു പൊതു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പത്രത്തിൽ അപൂർവമായിട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഫുട്ബോളിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക, ഒരാൾക്ക് മാത്രം ഇടിമിന്നലേക്ക് അയാൾ മരിച്ചുപോയി, അയാൾ തൽക്ഷണം മരിച്ചു എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 2 കാലുകൾ തമ്മിലുള്ള ദൂരത്തിൽ വരുന്ന ഇത്രയും വലിയ വോൾട്ടേജാണ്. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. അതായത് ഭൂമിയിൽ പതിക്കുന്ന ആ മിന്നൽ ഭൂമിയിൽ എത്രയും പെട്ടെന്ന് ഒഴുകി പരന്ന് ഇല്ലാതാവാനാണ് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു റിട്ടേൺ സ്ട്രൈക്കും ഉണ്ട്. ആ റിട്ടേൺ സ്ട്രൈക്കിനും ഏകദേശം ഇതേപോലെ ഒഴുകി പരന്ന് ഇല്ലാതാവുക എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് എത്തുക. അപ്പോൾ മണ്ണിൻ്റെ റെസിസ്റ്റൻസ് വലിയൊരു ബാധ്യതയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത മറ്റു വഴികളിലൂടെ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റിന് ഒരു സ്വഭാവം. അപ്പോൾ ഈ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഈ പ്രശ്നം തന്നെയാണ് ഒരു കെട്ടിടത്തിന് ഒരു എർത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എർത്ത് എന്ന് പറയുന്നത് ഒരു എർത്ത് പൊട്ടൻഷ്യലാണ്. അതായത് 2 കാലുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല ഒരു കെട്ടിടത്തിൽ കൊടുക്കുന്ന എർത്ത് തമ്മിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
നമ്മുടെ ഒരു എർത്ത് പിറ്റിന്ന് അടുത്ത എർത്ത് പിറ്റിലേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുന്ന കറണ്ട്, അല്ലെ ഒഴുകാൻ ശ്രമിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് മണ്ണിൽ കൂടെ പോകുന്നതിന് പകരം നമ്മുടെ വീട്ടിലെ എക്യുപ്മെൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കയറി ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഈ സാധ്യത കൂട്ടുന്ന മറ്റു ചില കാര്യങ്ങളാണ് അടുത്ത പോയിൻ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു സാധനം കാരണം പതിക്കുന്ന ഇടിമിന്നൽ അല്ലെങ്കിൽ വരുന്ന സർജ് വോൾട്ടേജ് ഒരു എർത്ത് പിറ്റിന്ന് മറ്റൊരു എർത്ത് പിറ്റിലേക്കുള്ള ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ വീട്ടിലെ എക്യുപ്മെൻറ്റുകളെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കെട്ടിടത്തിന് ഒരു എർത്ത് പൊട്ടൻഷ്യൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു എർത്ത് പൊട്ടൻഷ്യൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന പോലെ തന്നെ റിട്ടേൺ പാത്ത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് ന്യൂട്രൽ വോൾട്ടേജ് 0 ആണ്, അതായത് നമ്മളൊരു 3 ഫേസ് ലോഡ്, അതായത് RYB, ഈ 3 ലോഡും കൂടി ഒരു സ്റ്റാർ പോയിന്റിലേക്ക്, അതായത് R ഫേസിൽ നിന്ന് വരുന്നു, ഒരു പോയിന്റിൽ നിർത്തുന്നു, Y ഫേസിൽ നിന്ന് ലോഡ് വരുന്നു, ഒരു പോയിന്റിൽ നിർത്തുന്നു, ആ പോയിന്റ് മറ്റേ ആദ്യം വന്ന പോയിന്റും സെയിം ആക്കുന്നു, മൂന്നാമത് B ഫേസിൽ നിന്നും ഒരു ലോഡ് വരുന്നു, ഈ പോയിന്റിലേക്ക് തന്നെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 ലൈനും അല്ലെങ്കിൽ 3 ഫേസും ജോയിൻ്റ് ആവുന്ന, ലോഡ് വഴി ജോയിൻ്റ് ആവുന്ന പോയിന്റിൽ 0 വോൾട്ടേജ് ആയിരിക്കും. അതിനെ 0 പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ KSEB ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റത്തിലൊക്കെ തന്നെ കണ്ടക്ടർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും RYB ഈ 3 ഫേസ് മാത്രമേ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ലോഡ് സൈഡിലേക്ക് കൊണ്ടുവരുള്ളൂ. ബാക്കി ന്യൂട്രൽ ട്രാൻസ്ഫോമറിന് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ന്യൂട്രൽ വോൾട്ടേജ് എപ്പോഴും 0 ആയിരിക്കും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യും. ഈ ന്യൂട്രലിനെ ഫിസിക്കലി ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ന്യൂട്രൽ വോൾട്ടേജ് എപ്പോഴും 0 വോൾട്ടേജ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ ന്യൂട്രലിനെ പിടിച്ച് ഫിസിക്കലി അവിടെ തന്നെ ഗ്രൗണ്ട് ചെയ്യും. അതായത് പോസ്റ്റ് തന്നെ നമുക്ക് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു എർത്ത് പോയിന്റ് തന്നെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന സർജ് വോൾട്ടേജ് അത് ന്യൂട്രൽ വഴി ഇങ്ങോട്ട് വന്നാലും ശരി, ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായാലും ശരി, ഈ അടുത്ത എർത്ത് പിറ്റിലേക്കുള്ള ഒരു വഴിയായിട്ട് നമ്മുടെ ന്യൂട്രൽ വയറിനെ കാണാനുള്ള സാധ്യതയും ചെറുതല്ല. ഓക്കെ, അപ്പം മാക്സിമം നമ്മുടെ വീട്ടിൽ ഒരു സർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ എത്രയും പെട്ടെന്ന് അവിടെ തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് തീർക്കണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന നല്ല വൃത്തിയുള്ള എർത്ത് ചെയ്യണം. മൊത്തത്തിൽ എർത്ത് പൊട്ടൻഷ്യൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇനി സ്വാഭാവികമായും ബാക്കി വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും 2, 3, 4 എർത്ത് പിറ്റുകൾ ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? അത് നമ്മൾ ഈ പറയുന്ന ഒറ്റ എർത്ത് പൊട്ടൻഷ്യൽ എന്നുള്ളതിലേക്ക് എങ്ങനെ എത്തിക്കാം? ഈ പ്രശ്നം കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇവിടെ തീരും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, മണ്ണ് എന്ന് പറയുന്ന സാധനത്തിന് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. 5 ഓമോ 5 ഓമോ അതിൽ താഴെ ആയിരിക്കണം എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഈ 5 ഓമിൽ താഴെ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലോ അല്ലെങ്കിൽ ഉണങ്ങിയ പ്രദേശങ്ങളിലോ എത്തിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ അത്യാവശ്യം നല്ല കുഴിയെടുത്ത് അവിടെ കോമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സമാന്തരമായ റെസിസ്റ്റൻസുകളെ ഉണ്ടാക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ എർത്ത് പിറ്റുകൾ ഉണ്ടാക്കുക, ഒന്നിൽ കൂടുതൽ എർത്ത് ഇലക്ട്രോഡുകൾ ഇറക്കി വെക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ ഭൂമിയിലേക്കുള്ള വഴി കിട്ടി. ഇനി ഇതിനെല്ലാം ഒറ്റ വോൾട്ടേജ് അല്ലെങ്കിൽ ഒറ്റ എർത്ത് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിറ്റുകളെയെല്ലാം ഇൻ്റർകണക്ട് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഒറ്റ എർത്ത് പൊട്ടൻഷ്യൽ കിട്ടി. കൂടുതൽ പാരലൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്, അതായത് ഒരു പിറ്റിൻ്റെ റെസിസ്റ്റൻസ് സപ്പോസ് 10 ഓം ആണെങ്കിൽ 2 പിറ്റ് നമ്മൾ അടുത്തടുത്ത് കുഴിച്ചാൽ 10 ഓമിൻ്റെ 2 റെസിസ്റ്റൻസ് നമുക്ക് പാരലായി. അപ്പോൾ 2 റെസിസ്റ്റൻസ് പാരലാകുമ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ പകുതി 5 ഓം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കുറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഒരു എർത്ത് പിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് 3/1 റെസിസ്റ്റൻസ് കുറയുന്നു. അങ്ങനെ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് പരമാവധി കുറച്ച് വെക്കാൻ പറ്റും. അങ്ങനെ എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റുകളുടെ എണ്ണം നമ്മൾ കൂട്ടി
ചെയ്യുന്നത്. പിറ്റുകളുടെ എണ്ണം കൂട്ടുക മാത്രമല്ല, പിറ്റിൻ്റെ ഡെപ്ത് കൂട്ടാം, അല്ലെങ്കിൽ പിറ്റിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റിൻ്റെ സർഫസ് ഏരിയയും പിറ്റിൻ്റെ മൊത്തം കോമ്പൗണ്ട് ചെയ്യുന്ന ഏരിയയും ഒക്കെ കൂട്ടി നമുക്ക് പിറ്റിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പിറ്റുകളുടെ എണ്ണം കൂട്ടി റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പലർക്കും ഇപ്പോഴും ഒരു അവിശ്വാസ പ്രശ്നങ്ങൾ, നമുക്കതിങ്ങനെ ഒരു പൊട്ടൻഷ്യലേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പാരലൽ കണക്ഷൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS 3043 എർത്തിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്ന സ്റ്റാൻഡേർഡാണ്. അതിനകത്ത് ഒരു 10,000 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്. അതായത് ഈ എർത്തിങ്ങിനകത്ത് നമ്മൾ എല്ലാ പിറ്റുകളെയും സോളിഡ് ആയിട്ടുള്ള കണ്ടക്ടർ വെച്ചിട്ട് പരസ്പരം ബന്ധിച്ച് ഒരു ഒറ്റ എർത്താക്കി മാറ്റണം. എന്നിട്ട് അതിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വോൾട്ടേജ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരേ വോൾട്ടേജ് ആ സിസ്റ്റത്തിലെ എല്ലാ പോയിന്റിലും കിട്ടണം. അങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഇതിൽ ചില എക്സംഷൻസ് അവർ പറഞ്ഞിട്ടുമുണ്ട്, ആ എക്സംഷൻസ് അനുവദിച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക്, അത് വീടുകളിലെ കണക്ഷന് ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ല. വീടുകളിലെ കണക്ഷനിൽ റൂഫ് ടോപ്പ് സിസ്റ്റത്തിൽ 5 കിലോവാട്ട് താഴെ എർത്തിങ്ങും ലൈറ്റിംഗ് അറസ്റ്റും KCBയുടെ സൈഡിൽ നിന്ന് മാൻഡേറ്ററി അല്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മളവിടെ എർത്തിങ്ങും ലൈറ്റിംഗ് അറസ്റ്റും കാര്യം ചെയ്യുന്നത് ഒന്ന് വീടിൻ്റെ സുരക്ഷയ്ക്കും 2 എക്യുപ്മെൻസിൻ്റെ വാറണ്ടി കിട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷേ വീടുകളിൽ ചെയ്യുന്ന സമയത്ത് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻസും സെൻസിറ്റീവ് എക്യുപ്മെൻസും വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഐസൊലേറ്റഡ് ഗ്രൗണ്ട് ആകാം. അതും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് രണ്ടും 2 ഡിഫറെൻറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഉള്ള സാഹചര്യങ്ങളിൽ, അതായത് ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 250, 675 ആ റേഞ്ചിലുള്ള വോൾട്ടേജിലും മറ്റേ സിസ്റ്റം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വോൾട്ടേജ് റേഞ്ചിലും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളിലും, അതേപോലെ ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ അത്രയധികം ഉയരത്തിൽ ലൈറ്റിംഗ് അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സെപ്പറേറ്റ് ഐസൊലേറ്റഡ് എർത്ത് ആവാം. അപ്പോഴും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എർത്തിങ് എന്ന് പറയുമ്പോൾ 2 എർത്ത് പിറ്റും അല്ലെങ്കിൽ 2 എർത്ത് ഇലക്ട്രോഡും തമ്മിൽ മിനിമം 3 മീറ്ററിൻ്റെ അകലം വേണം. ഇത് ഐസൊലേറ്റഡ് എർത്തിങ്ങിൻ്റെ കേസിലാണ് മിനിമം 3 മീറ്റർ അകലം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് വേണ്ടി ചെയ്യുന്ന എർത്ത് തമ്മിലുള്ള അകലമല്ല 3 മീറ്റർ അകലം. അപ്പോൾ അങ്ങനെ ഐസൊലേറ്റഡ് എർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ 3 മീറ്റർ അകലം പാലിക്കേണ്ടത്. അത് നമ്മുടെ വീടുകളിലെ വയറിങ്ങിന് ബാധകമല്ല. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ വീട്ടിലെ എർത്തിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാ എർത്ത് പിറ്റുകളും കഴിവതും ഏകദേശം ഒരേ സൈഡിലേക്ക് എത്തിച്ച് ഇതിനെല്ലാം ഇൻ്റർകണക്ട് ചെയ്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആക്കുക, പരമാവധി റെസിസ്റ്റൻസ് കുറച്ച് നിർത്താൻ ശ്രമിക്കുക. അതാണ് ശരിക്ക് വേണ്ടത്. അങ്ങനെ ഏതെങ്കിലും സെക്ഷൻ ഓഫീസിന് തെറ്റിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതിന് നിങ്ങൾ പറയുന്ന പോയിന്റിന് സപ്പോർട്ട് ചെയ്യുന്ന റെഫറൻസുകൾ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് പബ്ലിക്കേഷൻസ് വെച്ചിട്ടുള്ള റെഫറൻസ് കൂടെ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും ഈ വീഡിയോ പിൻവലിക്കാം. പക്ഷേ തെറ്റുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ ഇനിയൊരു ചെയ്യാനുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നല്ല എർത്ത് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ എർത്തിൻ്റെ ഒരു ചുറ്റുപാടെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നല്ല കുഴി ഉണ്ടാക്കി നല്ല കോമ്പൗണ്ട് ഇട്ട് എങ്ങനെ അത്യാവശ്യം വൃത്തിയായിട്ടൊരു എർത്ത് ചെയ്യാമെന്നുള്ളതാണ്. നമ്മളെന്തായാലും ഉടനെ തന്നെ ആ ഒരു വിഷയത്തിൽ കൂടി ഒരു വീഡിയോ ചെയ്യാം. അത് ഒരുപക്ഷെ എനിക്കൊന്ന് ഔട്ട്ഡോറായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്ത് എന്ത് ക്ലാരിറ്റി ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കമൻ്റായിട്ട് ആഡ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, നമ്മുടെ കൂടെ പിള്ളേരുണ്ട്. ഇപ്പം പലർക്കും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ കമൻസ് ഇടുന്നതൊക്കെ. അത്യാവശ്യം ഞങ്ങൾക്കൊരു ചെറിയൊരു ടെക്നിക്കൽ ടീമുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് ചില സമയത്ത് മറുപടി ഇടുന്നത്. അതുകൊണ്ടാണ് ചില മറുപടികൾ വൈകി വരുന്നത്. നല്ല ചോദ്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള വരികയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം തരുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കും. അപ്പോൾ ഞങ്ങളുടെ അറിവ് കൂടും. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കും അറിയാനുള്ളൊരു അവസരം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.